കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ 7 UDF പ്രവർത്തകർ അറസ്റ്റിൽ. സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് അറസ്റ്റ്. UDF മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു. അതേസമയം പേരാമ്പ്രയിൽ LDF ഇന്ന് പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലം കോഴിക്കോട്. അസ്ലം, ഈ പോലീസ് നടപടിയുടെ വിശദാംശം എന്താണ്? ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റ ആ സംഭവമുണ്ട്, അതിനുശേഷം നടന്ന പ്രതിഷേധമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ, മൂന്ന് കേസുകൾ UDF പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അത് അവിടെ അതിക്രമവുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ പോലീസിനെ ആക്രമിച്ചുമായി ബന്ധപ്പെട്ട്, സ്ഫോടക വസ്തു എറിഞ്ഞുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കേസെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 7 പേരെ UDF പ്രവർത്തകരെ പിടികൂടിയിരിക്കുന്നത്. സജീർ ചെറുവണ്ണൂർ, അരുൺ മുയ്യോട്ട്, നസീർ വെള്ളിയൂർ, കൃഷ്ണനുണ്ണി വേളം, മുസ്തഫ, മിഥിലാജ്, റഷീദ് വാല്യാക്കോട് തുടങ്ങിയ ആൾക്കാരെയാണ് ഇന്ന് രാവിലെയുമായി പിടികൂടിയിരിക്കുന്നത്. അതായത് പിന്നെ പോലീസിനെതിരെ ഷാഫി പറമ്പിൽ MPയെ അറസ്റ്റ് ചെയ്ത പോലീസുകാർക്ക് നടപടി വേണമെന്ന ആവശ്യം ശക്തമാക്കുന്ന ഘട്ടത്തിലാണ് UDFനെതിരെ കൂടുതൽ അറസ്റ്റും നടപടികളിലേക്ക് പോയിരിക്കുന്നത്. UDFും കോൺഗ്രസും ആരോപിക്കുന്ന കാര്യം ഇപ്പോൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് CPM നിർദ്ദേശപ്രകാരമുള്ള ചില നടപടികളിലേക്ക് പോകുന്നു എന്നതാണ്. മാത്രമല്ല, ഇപ്പോൾ പരിക്കേറ്റ, അതായത് ഈ ഒരു സംഘർഷത്തിൽ, പോലീസുമായിട്ടുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ ആൾക്കാരെയും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടാകാത്ത ആൾക്കാരെ വരെയാണ് ഇപ്പോൾ പിടികൂടിയെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാൻ കോൺഗ്രസും UDFും തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ചിലപ്പോൾ അല്പസമയം തന്നെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 10 തന്നെ പ്രവീൺ കുമാർ മാധ്യമങ്ങളെ കാണും. നാളെ തന്നെ ഒരു വലിയൊരു പ്രതിഷേധ സംഗമം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ സംഘടിപ്പിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. ഒരു വശത്ത് MPയെ മർദ്ദിച്ച് സംബന്ധിച്ച് പോലീസിന്റെ എല്ലാ അവകാശവാദങ്ങളും ഒരു വശത്ത് ഉടഞ്ഞു വീഴുമ്പോൾ തന്നെ പുതിയ കേസുകളിലും അതോടൊപ്പം തന്നെ അറസ്റ്റുകളിലൂടെയും UDFനെതിരായ ഒരു നീക്കമാക്കി പോലീസിനെ കൊണ്ട് ഉപയോഗിക്കുകയാണ് CPM എന്നുള്ള ആരോപണമാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും പ്രവീൺ കുമാർ, കോൺഗ്രസിന്റെ DCC അധ്യക്ഷൻ എന്നോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. പ്രവീൺ കുമാർ, പോലീസ് നടപടി എങ്ങനെ കാണുന്നു? അതായത് CPMന്റെ തിരക്കഥയിൽ പോലീസ് അഭിനയിക്കുന്നു. പോലീസിന്റെ തമ്മാടിത്തരമാണ് കണ്ടുവരുന്നത്. സ്ഫോടക വസ്തു എറിഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെ സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസാണ്, പരിക്കേറ്റത് UDFുകാർക്കും. എന്നിട്ട് ഇരകൾക്കെതിരെ കുറ്റത്തിന് കേസെടുക്കുന്ന കാഴ്ചയാണ് പേരാമ്പ്രയിൽ കാണുന്നത്. 20ഓളം വീടുകളാണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. 8ഓളം പേര് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവിടെ തന്നെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് ശക്തമായി പ്രതിഷേധിക്കാൻ കൂടി UDF. ഇന്ന് K മുരളീധരൻ നയിക്കുന്ന ശബരിമല ജാത്ര, വിശ്വാസ സംരക്ഷണ ജാത്ര കോഴിക്കോടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പ്രതിഷേധത്തിൽ, ഇന്ന് അതിന്റെ പോലും പ്രാധാന്യം കുറയ്ക്കാനാണ് ഇന്ന് അറസ്റ്റ് ചെയ്ത് ഞങ്ങൾക്കറിയാം. ഏതായാലും ആ ചതിക്കുഴി ഞങ്ങൾ വീഴുന്നില്ല. പക്ഷേ അതിശക്തമായ പ്രതിഷേധമുണ്ടാകും. 10:30 മണിക്ക് UDF നേതാക്കളോടൊത്ത് ഞങ്ങൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവിടെ വെച്ച് പരിപാടി പ്രഖ്യാപിക്കും. ശരി, താങ്ക് യു പ്രവീൺ കുമാർ. ഈ നടപടി ഏകപക്ഷീയമാണ് എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നത്. 10:30 അവർ മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്നാണ്. അസ്ലം, ഈ കേസിനകത്ത് ഫ്രം ദ വെരി ബിഗിനിങ്, തുടക്കം മുതൽ പോലീസിന്റെ സമീപനത്തിൽ ചില തരത്തിലുള്ള സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേക താല്പര്യം പ്രകടമായിരുന്നു എന്ന് പറയാമോ? ആദ്യഘട്ടത്തിൽ തന്നെ UDF CKG കോളേജിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നത്. ഒരു പ്രതിഷേധ ദിനം ആചരിക്കുന്നതിന്റെ വൈകിട്ട് ഒരു പ്രതിഷേധ പ്രകടനം UDF ആഹ്വാനം ചെയ്ത് പ്രഖ്യാപിച്ച് നടത്തിയ പ്രതിഷേധ പ്രകടനമായിരുന്നു. ആ സമയത്ത് തന്നെ ഒരു സംഘർഷഘട്ടത്തിലെത്തി CPMകാർ ഒരു ഭാഗത്ത് സംഘടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനിടയ്ക്ക് പോലീസുമായിട്ടുള്ള ഒന്നും തള്ളവും ഉണ്ടായി. ഇതിനിടയ്ക്കാണ് ലാത്തി ചാർജ് ഒന്നും പ്രഖ്യാപിക്കാതെ തന്നെ ഒരു പോലീസുകാരൻ MPയുടെ തലയിൽ അടിക്കുന്നത്. മാത്രമല്ല, കല്ലേറുണ്ടായി, ടിയർ ഗ്യാസ് ഉണ്ടായി, ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയി. ആ ഘട്ടത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും അതിനുശേഷം പ്രതിഷേധം നടന്നപ്പോഴൊക്കെ തന്നെയും പോലീസ് കോൺഗ്രസിനെ കൃത്യമായി ഒരു പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോയത്. ആദ്യഘട്ടത്തിൽ ലാത്തി ചാർജ് ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അതേസമയം ലാത്തി ചാർജ് അല്ലെങ്കിലും പിന്നീട് പോലീസ് തന്നെയാണ് അടിച്ചെന്നൊരു ഇത് വന്നെങ്കിൽ പോലും കൂടുതൽ കേസുകൾ UDF പ്രവർത്തകർക്കെതിരെ ചാർജ് ചെയ്യുന്നൊരു കാര്യമാണ് ഉണ്ടായത്. പിന്നെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ളൊരു ആരോപണം CPM പ്രവർത്തകരാണ് ആദ്യം ഉയർത്തുന്നത്. അതിന് പിന്നാലെ അത് സംബന്ധിച്ചും കേസെടുത്തു. ഒരു പോലീസുകാരൻ MPയെ അടിച്ച ഒരു പോലീസുകാരൻ എന്ന രീതിയിൽ ഒരാളുടെ പടം വെച്ചുകൊണ്ട് UDF സൈബർ ഹാൻഡിലുകൾ അയാൾക്കെതിരെ ചില പ്രചാരണം നടത്തിയിരുന്നു. ആ വിഷയത്തിൽ അയാളുടെ പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ അതിലും UDF പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അതേസമയം ഇതുവരെയും MP അടിച്ച വിഷയത്തിൽ പോലീസ് ഏതെങ്കിലും തരം നടപടിയിലേക്ക് പോയിട്ടില്ല. അത് സംബന്ധിച്ചുള്ള വീഡിയോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമാണ് പറയുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ പോലീസുകാർക്കെതിരെ നടപടികളോ മറ്റോ പോകുന്നില്ല. അതേസമയം UDFകാർക്കെതിരെ നടപടിയിലേക്ക് പോകുന്നു. നേരത്തെ തന്നെ പേരാമ്പ്രയിൽ ആദ്യഘട്ടത്തിലുണ്ടായ സംഘർഷത്തിൽ UDF പ്രവർത്തകർക്കെതിരെയും LDF പ്രവർത്തകരെയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതേസമയം മറ്റ് നടപടിയിലേക്ക് പോയിരുന്നില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് അറസ്റ്റിലേക്ക് തുടങ്ങുന്നത്. അതും UDF പ്രവർത്തകരാണ്
ആണെന്നുള്ളതും UDFന്റെ പ്രതിഷേധത്തിന്റെ കാരണമാണ്. എന്തായാലും ഇന്ന് CPMന്റെ വിശദീകരണ യോഗം പേരാമ്പ്രയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. EP ജയരാജൻ പങ്കെടുക്കുന്ന പരിപാടിയാണ്. വലിയൊരു ജനശക്തിയോടുകൂടി വലിയ ആൾക്കൂട്ടത്തോട് തന്നെ ഈ പരിപാടി നടത്താനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് നാളെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധ സംഗമം UDF നടത്താൻ തീരുമാനിച്ചു. എന്തായാലും പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിന് ഷാഫി പറമ്പിലിന് പരിക്കേറ്റ സംഘർഷത്തുമായി ബന്ധപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ UDFന്റെയും LDFന്റെയും അല്ലെങ്കിൽ CPMന്റെയും ആ ഒരു പോരാട്ടം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരാട്ടം, അത് എന്തായാലും അവസാനിക്കുന്നില്ല, കുറച്ചുകൂടി നീളുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്.